ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ബിസ്ക്കറ്റാണ്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 500 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് അരിയണം, തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ബട്ടറാണ്, ഞാനത് ഉരുകി നല്ല സോഫ്റ്റായിട്ടതുള്ളത് വേണം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കണം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം വെച്ച് നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടുതൽ വേണം. നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഇടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്ത് വെച്ചിരിക്കുന്ന മൈദാമാവ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില എത്ര ഇട്ടാലും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 പിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ആവശ്യമുള്ളവർക്ക് കൂടുതലിട്ടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ഞാൻ ഇത് കുഴച്ചിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുത്താൽ. അപ്പം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് അളവിന് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുഴച്ചെടുക്കാം. കാരണം മണം പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒടുക്കം ഇട്ടത്. അപ്പം നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഞാൻ നന്നായിട്ട് ഗരം മസാലയും കൂടെ നന്നായിട്ട് ചേർത്ത് കുഴച്ച് എടുത്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതൊന്ന് തിരിച്ചിടാറായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നല്ല പൊങ്ങി ഇങ്ങനെ വരാം, നല്ല വീർത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.